ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ചക്കക്കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വരാം, എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ചക്കക്കുരുവിൻ്റെ ഈ വൈറ്റ് കളർ തൊലി മാത്രം കളഞ്ഞാൽ മതി. ഈ ബ്രൗൺ കളർ തൊലി കളയാൻ പാടില്ല. അതിലാണ് പോഷകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് മുറിച്ചെടുത്തതിന് ശേഷം കുക്കറിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുത്തി വേവിച്ചെടുത്താൽ മതി. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 5 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർക്കുകയാണ്. ഞാൻ ഈ കറി കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. സാധാരണ നമ്മൾ ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ ചക്കക്കുരു വെന്തതിന് ശേഷം മാങ്ങാ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. മാങ്ങാ കഷ്ണങ്ങൾ തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അരച്ചെടുത്ത് ചേർക്കുകയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ആയിരിക്കും. നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ചക്കക്കുരു 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഞാനത് തുറന്ന് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. വല്ലാതെ അങ്ങ് ഉടച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കാം. ചക്കക്കുരു നമുക്ക് കടിക്കാനായിട്ട് കിട്ടുകയും വേണം. ഇങ്ങനെ മൺചട്ടിയിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുക്കറിൽ തന്നെ അരപ്പ് ചേർത്ത് നിങ്ങൾക്ക് കറി തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി മുറിച്ച് ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങയും മാങ്ങയും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ കറി ചൂടാറി വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. കണ്ടില്ലേ, ഒന്ന് തിളവരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്ന മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ പുളിയൊക്കെ ഈ കറിയിലേക്കൊന്ന് ഇറങ്ങണം. അപ്പോൾ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. കറിക്ക് മഞ്ഞ കളറ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. കടുക് വറുത്തിടാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയാറാവുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഉലുവയൊന്ന് മൂത്ത് വന്നതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 6-7 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളർ ആയാലാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ വറവും കൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. വറുത്തിടുമ്പോൾ വെളുത്തുള്ളി ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെളുത്തുള്ളി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വറവ് ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ തന്നെ മിക്സ് ചെയ്യുന്നില്ല. ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ കറി ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ്. നിങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയായിരിക്കും. ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.